ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ സരയു ആണെങ്കിൽ നല്ല മനസ്സോടു കൂടി തന്നെയാണ് കിരണിൻ്റെയും കല്യാണിയുടെയും കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അവളുടെ ഇപ്പോഴത്തെ അവസ്ഥയും അതുപോലെ തന്നെ അവളുടെ ആ ഒരു മാറ്റവും കണ്ടിട്ട് ഒരുപാട് സന്തോഷവാനാകുന്നുണ്ട് നമ്മുടെ കിരൺ. അതുപോലെ തന്നെ കല്യാണിയും രണ്ടുപേരും ചേർന്നിട്ട് സരയുവിന് ശമ്പളത്തിന്റെ പാതി പൈസ അഡ്വാൻസ് ആയി കൊടുക്കുകയും നിനക്കിപ്പോൾ ഉള്ള ആവശ്യങ്ങളൊക്കെ നീ നിറവേറ്റ്, എന്തായാലും നിനക്ക് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, നിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞു തന്നെ ഞങ്ങൾ കാര്യങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതുപോലെ കുഞ്ഞിനെ നോക്കാനും അവർ തയ്യാറാണ്. സരയു നല്ല സന്തോഷത്തിൽ തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട്. സരയു പ്രത്യേകിച്ച് യാമിനിക്ക് വരെയും എടുത്തു കൊടുക്കുകയാണ്. അപ്പോൾ യാമിനിക്കൊക്കെ അത് എനിക്ക് എടുത്തു തന്നതിൽ നന്ദിയൊക്കെ പറയുന്നുണ്ട് യാമിനി. അങ്ങനെ കുഞ്ഞിനുള്ള കളിപ്പാട്ടൊക്കെ ആയിട്ട് കുഞ്ഞിനെ കാണാൻ പോകുന്നുണ്ട്. പിന്നെ സ്വന്തം അമ്മ പെറ്റമ്മയായ താരയ്ക്കും ഡ്രസ്സൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അതുപോലെ കല്യാണിയെയും കിരണിനെയും പറ്റി ഒരുപാട് പുകഴ്ത്തി സംസാരിക്കുന്നുണ്ട് താരയോട്. അവരുടെ മനസ്സൊക്കെ നല്ലതാണ്. പിന്നെ എനിക്കിപ്പോൾ ഒരു ടെൻഷനും അറിയണ്ട, എനിക്ക് ഇപ്പോൾ ആ ഓഫീസിൽ പോയി 10 മണി തുടങ്ങിയിട്ട് 5 മണി വരെ ആ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് കൂടുതലൊന്നും ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല അമ്മ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സരയു രാഹുലിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അങ്ങനെ രാഹുലിനോട് ചോദിക്കുന്നുണ്ട്, എന്തായി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തായി എന്ന് ചോദിക്കുകയാണ്. മോള് പറഞ്ഞ പ്രകാരം ഇവിടെ ഒരു ശ്രമം നടത്തിയായിരുന്നു മോളെ, പക്ഷെ അത് വിജയിച്ചില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും രാഹുലിന്റെ മനസ്സിപ്പോഴും ശുദ്ധമല്ല. കാരണം ഗംഗയുടെ കൂടെ നിന്നിട്ട് ഗംഗയെ പുറത്തിറക്കാനും അതുപോലെ പുറത്തിറങ്ങിയിട്ട് കല്യാണിയും കിരണിനെയും കാർത്തിയൊക്കെ തീർക്കാനൊക്കെയാണ് രാഹുലിന്റെ ശ്രമം. അതേസമയത്ത് നമ്മുടെ മനോഹറിന്റെ മനസ്സ് മാറിയിട്ടുണ്ട്. മനോഹർ കുഞ്ഞിനെ കാണണമെന്നും അതുപോലെ തന്നെ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്ന കല്യാണിയും കിരണിനും ഒരു ആപത്തും വരരുതെന്നൊക്കെ തന്നെയാണ് മനോഹറിന്റെ ആഗ്രഹം. അങ്ങനെ സരയു രാഹുലിനെ കാണാൻ വന്നിരിക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, അതെ, എനിക്കൊരു ജോലി കിട്ടി, ഞാനിപ്പോൾ ജോലിക്ക് പോയി തുടങ്ങി എന്ന് പറയുകയാണ്. അപ്പം രാഹുൽ പറയുന്നുണ്ട്, അതെന്തായാലും നന്നായി മോളെ, കാരണം നിനക്ക് ഈ സാഹചര്യത്തിൽ നീ മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കേണ്ട, നിനക്കൊരു ജോലി അത്യാവശ്യം തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കല്യാണിയെയും കിരണിനെയും പറ്റിയിട്ടൊക്കെ കുറ്റം പറഞ്ഞു തുടങ്ങാൻ നിൽക്കുകയാണ്. അപ്പൊ അതൊക്കെ കേട്ട് നിൽക്കുന്ന സരയു പറയുന്നുണ്ട്, കഴിഞ്ഞോ നിങ്ങളുടെ ദുഷ്ട മനസ്സിലെ ചിന്തകളൊക്കെ കഴിഞ്ഞോ? ഞാനേ ജോലിക്ക് പോകുന്നതേ കല്യാണിയുടെയും കിരണിന്റെ കമ്പനിയിലാണ് എന്ന് പറയുമ്പോൾ രാഹുൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. കിരണിന്റെ കമ്പനിയിലോ എന്ന് ചോദിക്കുകയാണ്. അതെ, എൻ്റെ കുഞ്ഞിനെ അവരാണ് നോക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ജോലി തരുമെന്ന് ഞാൻ തന്നെയാണ് കിരണിനോട് ആവശ്യപ്പെട്ടത്. കിരൺ അത് കൂടുതലൊന്നും ചിന്തിക്കാതെ മറ്റുള്ളവരോടുമായി ആലോചിച്ച് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി തരികയായിരുന്നു. തന്നെയല്ല, ഒരു കുറച്ച് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് എൻ്റെ ശമ്പളം അത് പകുതി പൈസ അഡ്വാൻസായി തരികയും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കണ്ടും തന്നെയാണ് അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്ത് രാഹുൽ പറയാണ്, ഓ അങ്ങനെയാണോ കാര്യങ്ങൾ, അല്ലെങ്കിലും കിരണിന്റെ മനസ്സ്. അപ്പോൾ നമ്മുടെ സരയു പറയുന്നുണ്ട്, നിങ്ങളെല്ലാം ഇത്ര നേരം അവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊക്കെ ഇനി എന്നാ നന്നാവുക? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ശത്രുവല്ല അവർ, എൻ്റെ കുഞ്ഞിനെ നോക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവർ തന്നെയാണ്. എൻ്റെ ശത്രു എന്ന് പറഞ്ഞത് നിങ്ങളാണ്, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശത്രു. എന്നെക്കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കേണ്ട, അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, നിങ്ങളെ ഞാൻ സ്നേഹിക്കണമെങ്കിലും അകത്ത് കിടക്കുന്ന അവനെ നിങ്ങൾ തീർത്തു തരണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അപ്പൊ രാഹുൽ പറയുന്നുണ്ട്, ശ്രമിക്കാൻ മോളെ, ഞാൻ അതിന് തന്നെയാണ് നോക്കുന്നത്. തന്നെയല്ല, രാഹുൽ വേറൊരു കാര്യം പറയുകയാണ്, എന്തായാലും കിരണിന്റെ മനസ്സ് നല്ലത് തന്നെയാണ് മോളെ, നമ്മളൊക്കെ എത്ര സന്തോഷത്തിൽ കിരണൊക്കെ ആയിട്ട് നമ്മൾ ഇത്രയും സന്തോഷത്തിൽ ജീവിച്ചതാണ്. മോള് ഈ പറയുന്ന ഈ ജയിലിൽ കിടക്കുന്നവന്റെ തോളിൽ തൂങ്ങാതെ അവനെ സ്നേഹിച്ചിരുന്നെങ്കിൽ മോൾക്ക് ഇപ്പൊ ഒരു നല്ല ജീവിതം കിട്ടിയേനില്ലേ? ഇനിയും അതിനൊരു അവസരം നമുക്ക് കിട്ടുകയാണെങ്കിൽ മോൾ അങ്ങനെ തന്നെ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്താ നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്ന് സരയു ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാം മോളെ, എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ കല്യാണിക്ക് എന്തെങ്കിലും ഇപ്പോൾ കല്യാണിക്കും കിരണൊക്കെ ഒരുപാട് ശത്രുക്കളുണ്ട്. അപ്പോൾ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിനക്കൊരു കൂട്ട് വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കിരണിനെ തന്നെ തിരഞ്ഞെടുക്കാം, നമുക്ക് അങ്ങനെ ഏതെങ്കിലും രീതിയിൽ ആലോചിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സരയു കലി കയറുകയാണ്. സരയു പറയും, നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരിക്കലുമില്ല, അവനെ എനിക്കിനി ആ ഒരു കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, അവൻ എൻ്റെ സഹോദരൻ തന്നെയാണ്, എൻ്റെ കൂടെ പിറക്കാത്ത സ്വന്തം സഹോദരൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സരയു ദേഷ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാഹുലിൻ്റെ പണികൾ ഒന്ന് പതപ്പിച്ച് നോക്കിയതാണ്. കാരണം അവളെ ഒന്ന് എരിപിരി കയറ്റി വിട്ട് കഴിഞ്ഞാൽ കല്യാണിയെ അവൾ തന്നെ വകവരുത്താൻ നോക്കും. അങ്ങനെ നമ്മുടെ സരയുവിന് കിരണിനോട് സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ സരയു തന്നെ കല്യാണിയെ ഇല്ലാതാക്കിയിട്ട് കിരണിനെ അവൾ സ്വന്തമാക്കുമെന്നാണ് രാഹുൽ വിചാരിച്ചത്. പക്ഷേ ആ പ്ലാനിങ് അവിടെ വെച്ച് തന്നെ തകർന്നു പോകുന്നുണ്ട്. സരയുടെ വായിൽ നിന്ന് രാഹുൽ നല്ലത് കേൾക്കുമ്പോൾ സരയു അങ്ങനെ തിരികെ വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. രാഹുൽ ചമ്മിനാറി അകത്തേക്ക് തന്നെ പോവുകയാണ്.
എന്തായാലും ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകാശനാണ്. അപ്പം പ്രകാശൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ കിടക്കാണല്ലോ. അങ്ങനെ പ്രകാശൻ്റെ അരികിലേക്ക് കല്യാണിയും കാർത്തികയും വരികയാണ്. അങ്ങനെ പ്രകാശൻ പറയുന്നുണ്ട്, മോളെ ഞാൻ പറഞ്ഞ കാര്യം എന്തായി? എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം അങ്ങനെയാണ്, മോളൊരു കല്യാണം കഴിച്ച് കാണണം. നിന്റെ 2 അനിയത്തിമാരും കല്യാണം കഴിച്ച് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുകയാണ്, നിനക്ക് മാത്രം നീ ഇങ്ങനെ ഇതാക്കല്ലേ എന്നൊക്കെ പറയുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, കാർത്തികേജി സമ്മതിച്ചു കല്യാണത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ഉടനെ തന്നെ നമുക്ക് നല്ലൊരു പയ്യനെ കണ്ടെത്തി കാർത്തികേച്ചിയുടെ വിവാഹം നടത്താം അച്ഛ എന്ന് പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയുന്നുണ്ട്, പറ്റില്ല, എനിക്ക് കല്യാണി മോള് പറഞ്ഞാൽ പറ്റില്ല, അത് കാർത്തിക മോള് തന്നെ അതിനെക്കുറിച്ച് എന്നോട് പറയട്ടെ, എനിക്ക് ഞാൻ വിശ്വസിക്കാം, എന്നാൽ ആ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്കൊരു ആശ്വാസമാകുള്ളൂ എന്ന് പ്രകാശൻ പറയുകയാണ്. അപ്പോൾ കാർത്തിക ചിരിച്ചുകൊണ്ട് പറയണം, അതെ അച്ഛ, അച്ഛൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ്. ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്ന ഏതൊരു പയ്യനെയും ഞാൻ വിവാഹം കഴിക്കാൻ തയ്യാറാണ്. എനിക്കതിൽ യാതൊരു ഇതുമില്ല. അച്ഛനെ അസുഖം എത്രയും വേഗം മാറിയാൽ മാത്രം മതി എന്ന് പറയുന്നുണ്ട്. എന്തായാലും പ്രകാശന് ഉടനെ തന്നെ ഡയാലിസിസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ വൃക്ക ഇപ്പോൾ പ്രശ്നത്തിലാണ്, പിന്നെ അതുപോലെ തന്നെ ലിവറും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ തന്നെ ഈ കല്യാണിയൊക്കെ തന്നെയും എല്ലാത്തിനും മുൻകൈ എടുത്തിട്ട് കല്യാണിയുടെ അവയവം ഇതൊക്കെ തന്നെയാണ് വെക്കാനും പോകുന്നത്. അതിനു മുന്നേ ഇവളുടെ കാർത്തികയുടെ വിവാഹം നല്ലൊരു പയ്യനായിട്ട് തന്നെയാണ് കണ്ടെത്തുന്നത്. കിരൺ കണ്ടെത്തുന്നുണ്ട്. ആദർശ് പറഞ്ഞിട്ടുള്ളൊരു പയ്യനാണ്. ആ പയ്യനുമായിട്ട് പെണ്ണ് ആലോചിക്കുകയും പെണ്ണ് കാണാൻ വരികയും അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഇഷ്ടപ്പെടുകയും ഉടനെ തന്നെ കല്യാണം ഉറപ്പിക്കുകയും ചെയ്യുകയാണ്. അത് ഗംഗ മനസ്സിലാക്കുന്നുണ്ട്. ഗംഗ അറിയുന്നത് സ്റ്റെഫിയിലൂടെ തന്നെയാണ്. സ്റ്റെഫി ഏതുവരെയും പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഞാൻ പേടിച്ചത് എന്താണോ ആ ഒരു കാര്യം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇനി എന്തായാലും എനിക്ക് വിശ്രമമില്ല, ആ പയ്യനെ എങ്ങനെയെങ്കിലും വകവരുത്തണം എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെ തയ്യാറാക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഒന്നും നടക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെഫിയെ ഇനി വെറുതെ വിട്ടാൽ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നുണ്ട്. കാരണം അവളിങ്ങനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഈ കുടുംബത്തിൽ ഇനി പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് കരുതിയാവത് അവളെ പൂട്ടിട്ട് തന്നെ പൂട്ടുകയാണ്. അവളെ വിളിച്ചു വരുത്തിയിട്ട് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവളും ഇനിയിപ്പോൾ ഗംഗയുടെ കാര്യങ്ങൾ പുറത്തുനിന്ന് ചെയ്യാനായിട്ട് സ്റ്റെഫിയും ഇല്ല, ആരുമില്ലാത്ത അവസ്ഥ. ആ സമയത്ത് തന്നെയാണ് നമ്മുടെ ബൈജുവിൻ്റെയും കാർത്തികയുടെയും വിവാഹം നടത്തുന്നത് നമ്മുടെ പ്രകാശൻ തന്നെയാണ്. പ്രകാശൻ ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്നിട്ട് ബൈജുവിനും അച്ഛനായിക്കൊണ്ട് തന്നെ കാർത്തികയ്ക്കും മുന്നിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കുകയാണ്. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും നമ്മുടെ സരയുവിൻ്റെ മാറ്റവും അതും ഒരുപാട് എല്ലാവർക്കും സന്തോഷമാവുകയാണ്. അങ്ങനെ എല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്ന സമയത്ത് തന്നെയാണ് ഇനി എന്തായാലും കുരുട്ടുബുദ്ധിയുമായിട്ട് നമ്മുടെ ഗംഗ പുറത്തിറങ്ങാൻ പോകുന്നത്. അതുപോലെ തന്നെ ഗംഗയുടെ ഇപ്പോൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങേണ്ട മാർഗങ്ങളൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മനോഹറിന് പരോള് കിട്ടുന്നുണ്ട്. മനോഹർ ആണെങ്കിൽ ഓടി വരുന്നത് തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ സമയത്ത് സരയുവിൻ്റെ ഭാഗത്തുനിന്ന് നല്ല മോശമായി തന്നെയാണ് അവനോട് പെരുമാറുന്നത്. തൻ്റെ കുഞ്ഞിനെ കാണാൻ അനുവദിക്കുന്നില്ല. അവൻ ഒരുപാട് കെഞ്ചി നോക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. അവനെ ഉപദ്രവിക്കാനൊക്കെ, അവനെ കുത്തി കൊല്ലാനുള്ള ദേഷ്യത്തോട് അവനെ കൊല്ലാൻ ശ്രമിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.